Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള സോൾവ്ഡ് MCQs ആണ്. So let us start. First question, what is the total number of elementary events associated to the random experiment of throwing 3 dice together? അപ്പോൾ 3 dice ഇതേപോലെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ത്രോ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്ററി ഇവന്റ്സ് ഒക്കെ അറിയുന്നത് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് A 210, B 216, C 215, D 220. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 216. അപ്പോൾ നമുക്ക് നോക്കാം 3 ഡൈസ് ആണ് ഒരുമിച്ച് ഇട്ടിരിക്കുന്നത് അല്ലേ. സോ നമുക്കറിയാം ഒരു ഡൈസിൽ എത്ര ഫേസസ് ഉണ്ട്, 1 മുതൽ 6 വരെ ഫേസസ് ഉണ്ട്. സോ പോസിബിൾ ഔട്ട്കംസ് 1 2 3 4 5 or 6 ആണ് വരിക അല്ലേ. അപ്പോൾ ഈ 3 ആണ്. അപ്പോൾ ഒരു ഡൈസ് എറിയുമ്പോൾ ഓൾറെഡി എത്ര ഇവന്റ്സ് ഒക്കെ അറിയും, എത്ര ഇവന്റ്സ് ഉണ്ടെങ്കിൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവും, 6 ഉണ്ടാവും. അതുപോലെ 2 ഡൈസും കൂടി എറിയുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് മീൻസ് ടോട്ടൽ 3 ഡൈസ് ഉണ്ട്. സോ ഒരെണ്ണത്തിന്റെ 6 ആണ്, അതർ വൺ 6. അപ്പോൾ 3 എണ്ണത്തിന്റെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ 3 ഡൈസും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ത്രോ ചെയ്യുന്നത്. അപ്പോൾ 3ന്റെയും കൂടി ഔട്ട്കംസ്, ടോട്ടൽ ഔട്ട്കംസ് എന്താ, 6 × 6 × 6 ഇതാണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് എലമെന്ററി ഇവന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് റാൻഡം എക്സ്പെരിമെന്റ് 6³ ആണ്, ദാറ്റ് ഇസ് 216. Next question, a box contains 1 red and 3 identical white balls. 2 balls are drawn at random in succession without replacement. Write the sample space for this experiment. Options are A, set RW, WR, WW, B, RWW, C, RW, D, RW, WR. Correct answer option A ആണ്. അതായത് ഒരു ബോക്സിൽ ഒരു റെഡും 3 ഐഡന്റിക്കൽ സിമിലർ വൈറ്റ് ബോൾസ് ഇട്ട് അതിൽ നിന്ന് 2 ബോൾസ് നമ്മൾ റാൻഡം ആയിട്ട് 1 by 1 ഇൻ സക്സഷൻ. അപ്പോൾ 1 by 1 വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, 1 by 1 നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 റെഡും 3 ഐഡന്റിക്കൽ വൈറ്റ് ബോൾസ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് എന്തായിരിക്കും ഇവന്റ് ഓഫ് ഡ്രോയിങ് എനി വൺ ഓഫ് ദ 3 വൈറ്റ് ബോൾസ്. അതായത് ഇപ്പൊ നമ്മൾ 3 ഐഡന്റിക്കൽ വൈറ്റ് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വൈറ്റ് ബോളിൽ നിന്ന് ഏതെടുത്താലും അത് സെയിം തന്നെയാണ് അല്ലെ, നമ്മൾ റീപ്ലേസ്മെന്റ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, 2 ബോൾസ് അല്ലേ എടുക്കുന്നത്. അപ്പൊ ഇറ്റ് ക്യാൻ ബി വൈറ്റ് വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റ് റെഡ്, അല്ലെങ്കിൽ റെഡ് വൈറ്റ്. ഇത് മാത്രമല്ല 3 പോസിബിൾ ഔട്ട്കംസ് വരാൻ ചാൻസ് ഉള്ളൂ, വൈറ്റ് വൈറ്റ്, വൈറ്റ് റെഡ്, അല്ലെങ്കിൽ റെഡ് വൈറ്റ്. ഓക്കെ, ആകെ ഒരു റെഡേ ഉള്ളൂ. സോ ആ റെഡിന്റെ കോമ്പിനേഷൻസ് 2 വരുള്ളൂ, പിന്നെ 2 എടുക്കുന്നത് W ആവുന്ന കേസ്. ഓക്കെ, അപ്പൊ ഈ 3 ഔട്ട്കംസ് ആണ് പോസിബിൾ ആയിട്ട് ഇവിടെ വരിക. Next question, a pair of dice is rolled. If the outcome is a doublet, a coin is tossed. Determine the total number of elementary events associated to this experiment. Options are A 40, B 41, C 42, D 43. Correct answer option C 42 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പെയർ ഓഫ് ഡൈസ് എന്ന് പറഞ്ഞാൽ എത്ര ഡൈസ് ഉണ്ട്, 2 ഡൈസ് ഉണ്ട് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് ഔട്ട്കം ഡബ്ലറ്റ് ആണെങ്കിൽ, ഈ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ഫേസ് വരുന്നത് 1,1, 2,2 എക്സെട്ര 6,6. ക്ലിയർ ആയല്ലോ. അപ്പൊ ടോട്ടൽ 6 എണ്ണം ഉണ്ടാവും, 1,1, 2,2, 3, 3, 4, 4, 5, 5, 6, 6 ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ, ആ ഡബ്ലറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു കോയിൻ ടോസ് ചെയ്യാം. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഔട്ട്കംസ് വരാം, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഓക്കെ, അപ്പൊ ഈ ഡബ്ലറ്റ് വരുമ്പോഴാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാത്തപ്പോഴല്ല. സോ അത് കെയർഫുൾ ആയിരിക്കുക. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്ററി ഇവന്റ്സ് ഈ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ പെയർ ഓഫ് ഡൈസ് ഉണ്ടെങ്കിൽ 2 ഡൈസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം കേസ് 2 ഡൈസ് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ കറക്റ്റ് സാമ്പിൾ സ്പേസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം പോസിബിൾ ഔട്ട്കംസ് വരും, 2 ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 1 1 വെച്ചിട്ട് ബാക്കിയെല്ലാം 1 2 3 4 5 6. അതേപോലെ ഫസ്റ്റ് 1 2 2 വെച്ചിട്ട് ബാക്കിയെല്ലാം 1 2 3 4 5 6. പിന്നെ 3 1 3 2 എക്സെട്ര 3 6. അതുപോലെ 6 1 എക്സെട്ര, അതായത് 6 1 6 2 എക്സെട്ര 6 6 വരെ. ഇതാണ് എല്ലാ പോസിബിൾ ഔട്ട്കംസും 2 ഡൈസ് എറിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലെ ഡബ്ലറ്റ് കേസ് നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ സെയിം ഫേസ് വരുന്നത് അല്ലെ രണ്ടിലും. അപ്പൊ അത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, 6 ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഡബ്ലറ്റ് കേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു കോയിൻ ടോസ് ചെയ്യും. അതായത് അപ്പൊ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഹെഡ് ഓർ ടെയിൽ വരുന്ന കണ്ടീഷൻ. സോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇഫ് ദ ഔട്ട്കം ഇസ് എ ഡബ്ലറ്റ് ദെൻ എ കോയിൻ ഇസ് ടോസ്ഡ്. അപ്പോൾ ആ ഔട്ട്കംസ് നോക്കാം, അതായത് ആ ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇവന്റ്സ് നമുക്ക് നോക്കാം. അതായത് 1 1 വരുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അതുപോലെ 1 1
മീൻസ് സിമിലർലി 2 വരുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, 3 വരുമ്പോൾ അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ് ആവും അല്ലെങ്കിൽ ടെയിൽ ആവും. സിമിലർലി അപ് ടു 6 അല്ലെങ്കിൽ 6 ഇങ്ങനെയല്ലേ വരുള്ളൂ, കാരണം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ഓർ ടെയിൽ വരുള്ളൂ. ഇനി ഡബ്ലറ്റിന്റെ കേസിലെല്ലാം പോസിബിൾ കോമ്പിനേഷൻസും നമ്മളിവിടെ ഈ ഔട്ട്കംസിൽ മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് വെൻ ദ ഔട്ട്കം ഇസ് എ ഡബ്ലറ്റ് സെപ്പറേറ്റ് കാണാം. കാരണം ഡബ്ലറ്റ് വരുമ്പോൾ അല്ലേ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ എത്ര വരിക? 6 × 2 12. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതായത് ഇപ്പോൾ 1 വെച്ചിട്ട് നമുക്ക് 1 H, അതായത് ഹെഡ് വരുമ്പോൾ 6 കോമ്പിനേഷൻസ് കിട്ടും, അതുപോലെ ടെയിൽ വരുമ്പോൾ 6 കോമ്പിനേഷൻസ് അല്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട് ഈ ഡബ്ലറ്റ് വരുമ്പോൾ? 12 ഔട്ട്കംസ് ഉണ്ട്. ഇനി നമുക്ക് ഫൈനലി ഈ ഒരു എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എങ്ങനെ കണ്ടുപിടിക്കാം? 36 - 6 + 12. ഈ 36 - 6 വരാൻ കാരണം ഈ 6 എന്ന് പറയുന്നത് ഡബ്ലറ്റ് കേസസ് ആണ്, എക്സെട്ര അപ് ടു 6. ഇത് മൊത്തം 6 ഉണ്ട് അല്ലെ. ഈ മൊത്തം 6 നമ്മൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്തു. കാരണം എന്താ, ഈ 6 ഔട്ട്കംസ് വരുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി കോമ്പിനേഷൻസ് സെപ്പറേറ്റ് കൺസിഡർ ചെയ്തു. അതിനെയാണ് 12 ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡബ്ലറ്റ്സ് ഒക്കെ അറിയാവുന്നത് 6 അത് ഇവിടെ ടോട്ടൽ ഔട്ട്കം 36 നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് പ്ലസ് ഇപ്പൊ നമുക്ക് കിട്ടിയ 12 ഇല്ലേ, അതായത് ഡബ്ലറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യില്ലേ, ആ കിട്ടുന്ന 12 ഇവന്റ്സ് അത് നമ്മൾ ആഡ് ചെയ്യാം. സോ 36 - 6 എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് 12 അതായത് 42 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 dice are thrown and some of the numbers which come up on the dice is noted. Sum ട്ടോ, അതായത് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ അതിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിന്റെ അഡീഷൻ സം വാല്യൂ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ് us consider the following events associated with this experiment. അപ്പോൾ ഇവന്റ് എ എന്ന് പറയുന്നത് സം ഇസ് ഈവൺ. ഓക്കെ, സം ഈവൺ ആയി കിട്ടുന്നത്. ബി എന്ന് പറയുന്നത് സം ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, കിട്ടുന്ന സം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സി എന്ന് പറയുന്നത് സം ഇസ് ലെസ് ദാൻ 4 ആൻഡ് ഡി എന്ന് പറയുന്നത് സം ഇസ് ഗ്രേറ്റർ ദാൻ 11. ഇങ്ങനെ 4 ഇവന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിച്ച് പെയർസ് ഓഫ് ദീസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ഈ തന്നിരിക്കുന്ന ഇവന്റ്സിലെ ഏത് പെയർസ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ഇപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും തമ്മിലുള്ള ഇന്റർസെക്ഷൻ നള്ളായിരിക്കും. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ആൻഡ് ബി, ബി ആൻഡ് സി, സി ആൻഡ് ഡി എ ആൻഡ് സി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സി ആൻഡ് ഡി. സി എന്ന് പറയുന്നത് സം ഇസ് ലെസ് ദാൻ 4ഉം പിന്നെ ഡി എന്ന് പറയുന്നത് സം ഇസ് ഗ്രേറ്റർ ദാൻ 11. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. 2 ഡൈസ് പറയുമ്പോൾ നേരത്തെ എഴുതിയ സെയിം സാമ്പിൾ സ്പേസ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 1 1 2 എക്സെട്ര അപ് ടു ലാസ്റ്റ് 6 1 എക്സെട്ര അപ് ടു 6 6 വരെ. ഓക്കെ, ഇത്രയും വരും. ഇനി നമുക്ക് ഓരോ ഇവന്റ്സും എഴുതി നോക്കാം. ഇവിടെ ഓരോ ഇവന്റ്സും നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് സം ഇസ് ഈവൺ. അപ്പോൾ സം ഇസ് ഈവൺ എന്ന് പറയുമ്പോൾ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഈവൺ നമ്പർ ആയിരിക്കണം. അപ്പോൾ അത് വരുന്നത് 2 4 6 8 10 12 ഇതുവരെ വരുള്ളൂ. മാക്സിമം 12, കാരണം 6 + 6 12 അത്രേ വരുള്ളൂ അല്ലേ. സോ അതിന്റെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ എയിൽ തന്നിരിക്കുന്നത്. സെറ്റിന്റെ ഉള്ളിൽ 1 1 1 3 1 5 2 2 2 4 2 6 3 3 3 5 എക്സെട്ര അപ് ടു 6 6. ക്ലിയർ ആയല്ലോ, സ്റ്റാർട്ടിങ് ഫ്രം 2 till 12 വരെ അങ്ങനെ സമ്മ് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ബിക്ക് തന്നിരിക്കുന്നത് സം ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം, 3 6 9 12 എക്സെട്ര അപ് ടു എത്ര വരെ വരാം, അതായത് 36 വരെ വരാം. കാരണം 6 × 6 36 ആണ്. സോ മാക്സിമം 36 ആണ് വരെ, കാരണം അതും എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സോ നമുക്ക് ആ കോമ്പിനേഷൻസ് നോക്കാം. 1 2 2 1 1 5 5 1 ഇത് 2 കേസസും, അതായത് 1 2 എടുത്താൽ 2 1 എടുക്കണമല്ലോ, കാരണം 2 ഡൈസ് ആണല്ലോ ത്രോ ചെയ്യുന്നത്. സോ ആ 2 കോമ്പിനേഷൻസും എല്ലാത്തിലും കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് 6 6 വരെ. നെക്സ്റ്റ് സി തന്നിരിക്കുന്ന ഇവന്റ് എന്താ? സം ഇസ് ലെസ് ദാൻ 4. സം ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാല്യൂ എന്ന് പറയുന്നത് 4നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ 1 1 2 1 1 2 അത് എളുപ്പമാണ് അല്ലേ, കാരണം നമുക്ക് 4ലും ലെസ് ആയിരിക്കണം, 4 വരാനും പാടില്ല. സോ 2 2 വരില്ല, അതിനുള്ളിൽ നിന്ന് 1 1 2 1 1 2 അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 2, 3 ഇതാണ് സം ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് വൺ ഡി, സം ഇസ് ഗ്രേറ്റർ ദാൻ 11. അതും ഈസിയാണ്. ഗ്രേറ്റർ ദാൻ 11 ഇൻക്ലൂഡിങ് അല്ല, ഗ്രേറ്റർ ദാൻ 11 ആണ്. അപ്പോൾ ആകെ കൂടി 12 വരാൻ പാടുള്ളൂ, മാക്സിമം 12 അല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ 6, 6 ഒറ്റൊരു ഔട്ട്കമേ പോസിബിൾ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ്സ് ഇതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്. സോ
if two elements of the events ആണ് ട്ടോ, events are mutually exclusive, then there should not be any common element. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഓരോ ഇവന്റ്സും നോക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, കമ്പയർ ചെയ്യാം. A ഇന്റർസെക്ഷൻ B കോമൺ ടേംസ് ഉണ്ടോ? കോമൺ ടേംസ് ഉണ്ട് അല്ലെ? അതായത് നള്ളല്ല. എയും ബിയും നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 2 4 എന്നുള്ള ടേം നോക്കിയാൽ തന്നെ അറിയാം അല്ലെ? അപ്പൊ അതുപോലെ കുറെ ടേംസ് ഉണ്ട്. സോ എ ഇന്റർസെക്ഷൻ ബി നള്ളല്ല. നെക്സ്റ്റ് കേസ് എ ഇന്റർസെക്ഷൻ സി. ഇപ്പൊ എ ഇന്റർസെക്ഷൻ സി കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്, കാരണം സിയിൽ 1 1 2 1 1 2 അത് നോക്കിയാൽ തന്നെ അറിയാം 1 1 തന്നെ ഉണ്ട് അല്ലെ? സോ അതും നള്ളല്ല. again not equal to null. Next A intersection D. D എന്ന് പറയുന്നത് 6 6 ആണ്, അതും എയിലുണ്ട്. സോ A intersection D യും നള്ളല്ല. ദാറ്റ് മീൻസ് ഇനി ഓരോന്നും നോക്കാട്ടോ. ബി ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ ഡി, ഇതൊന്നും നള്ളല്ല, കാരണം കോമൺ എലമെന്റ്സ് അവർക്ക് ഉണ്ട്. ഫൈനലി നമുക്ക് കിട്ടുന്നത് സി ഇന്റർസെക്ഷൻ ഡി ആണ്. ഇത് നോക്കിയാൽ അറിയാം, ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. സി ഇന്റർസെക്ഷൻ ഡി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും എലമെന്റ് സിയിലും ഡിയിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നൾ. സോ സി ആൻഡ് ഡി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എലമെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3-digit numbers are formed using the digits 0 2 4 6 8. Okay, 0 2 4 6 8 ഈ 5 digits കൊണ്ട് 3-digit numbers ഫോം ചെയ്തിട്ടുണ്ട്. A number is chosen at random out of these numbers. What is the probability that this number has the same digits? അതായത് ഇപ്പൊ 3-digit നമ്പർ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോം ചെയ്ത 3-digit നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ എങ്ങനെയായിരിക്കണം? എല്ലാത്തിലും സെയിം ഡിജിറ്റ്സ് ആയിരിക്കണം, അതായത് റിപ്പീറ്റഡ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 1/16, B 16/25, C 1/645, D 1/25. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D 1/25 ആണ്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് 3-digit നമ്പർ ആണ് ഫോം ചെയ്യേണ്ടത്. സോ നമ്മൾ 0 2 4 6 8 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സ്. ഇത് വെച്ചിട്ട് 3-digit നമ്പർ ഫോം ചെയ്യണം. ഇപ്പോൾ 3-digit എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് പ്ലേസ് ആണുള്ളത്. ഒരു നമ്പർ ഫോം ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റാർട്ടിംഗ് ലെറ്റർ 0 ആവാൻ പറ്റില്ല അല്ലെ? കാരണം 0 എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നമ്പറിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന് ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഇല്ല, അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ 3-digit ആവില്ല ആക്ച്വലി. സോ അത് നമുക്ക് ഹൺഡ്രഡ്സ് പ്ലേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി പോസിബിലിറ്റീസ്, അതായത് 0 നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക ആ കേസിൽ ഹൺഡ്രഡ്സ് പ്ലേസിൽ. ഇപ്പോൾ 2 4 6 8 അല്ലെ? അപ്പോൾ ബാക്കി എത്രയാണ്? 4. അപ്പോൾ ഈ 4 ഡിജിറ്റ്സിന്റെ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ടെൻസ് പ്ലേസിലും വൺസ് പ്ലേസിലും 5 വെച്ചിട്ട് പറ്റും അല്ലെ? 0 ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 5 ഡിജിറ്റ്സും പറ്റും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ടോട്ടൽ പോസിബിൾ 3-digit നമ്പേഴ്സ് എത്ര ഫോം ചെയ്യാൻ പറ്റും? 4 × 5 × 5 അല്ലെ? ഇതാണ് നമ്പർ ഓഫ് വേസ്. സോ 4 × 5 × 5 എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്, റാൻഡമായി ചൂസ് ചെയ്യുന്ന നമ്പറിൽ എല്ലാ ഡിജിറ്റ്സും സെയിം ആയിരിക്കണം. അപ്പോൾ അത് ഏതാ വരിക? അതായത് എല്ലാ ഡിജിറ്റ്സും സെയിം ആവണമെങ്കിൽ എന്തായാലും 0 സ്റ്റാർട്ടിങ് വെച്ചിട്ട് പറ്റില്ല. സോ 2 വെച്ചിട്ട് 4 വെച്ചിട്ട് 6 വെച്ചിട്ട് 8 വെച്ചിട്ട് എല്ലാ ഡിജിറ്റ്സും സെയിം ആവുന്ന പോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 4 വേസ് ഉണ്ട് അല്ലേ? സോ നമുക്ക് ഇപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. സോ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ പറയുന്നത് 100. ദാറ്റ് ഈസ് 1/25 ആണ് ആൻസർ. Next question. If the letters of the word mathematics are arranged arbitrarily, the probability that C comes before E, E before H, H before I, and I before S is. Options തന്നിരിക്കുന്നത് A 1/75, B 1/24, C 1/120, D 1/720. Correct answer option C 1/120 ആണ്. അതായത് ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് C ഷുഡ് കം ബിഫോർ E. ഓക്കെ, പിന്നെ E ഷുഡ് കം ബിഫോർ H, H ഷുഡ് കം ബിഫോർ I, then I ഷുഡ് കം ബിഫോർ S. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഈ മാത്തമാറ്റിക്സ്. ഇനി നമ്മളത് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ CEHIS അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതായത് എന്തായാലും ഇയുടെ മുമ്പിൽ C വരണം, അതുപോലെ Hന്റെ ഫ്രണ്ടിൽ E, ഐയുടെ ഫ്രണ്ടിൽ H, ഫ്രണ്ടിൽ ഇൻ ദ സെൻസ് ബിഫോർ വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ആൻഡ് I ബിഫോർ S, അത്രേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഒറ്റൊരു വേലേ പോസിബിൾ ഉള്ളൂ, കാരണം വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല, ഈ ഓർഡർ ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ ആണുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്?
എം മുതൽ സി വരെ എം മുതൽ എസ് വരെ മാത്തമാറ്റിക്സിൽ 11 വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? 11 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് ആ 11 വേർഡ്സിനെ അറേഞ്ച് ചെയ്യാം. ഇനി ഡിവൈഡഡ് ബൈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫാക്ടോറിയൽ ആയിട്ട് ഡിനോമിനേറ്ററിൽ മെൻഷൻ ചെയ്യണം. റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം. എ റിപ്പീറ്റഡ് ആണ് അല്ലേ, നെക്സ്റ്റ് ടി റിപ്പീറ്റഡ് ആണ്, അതുപോലെ എമ്മും റിപ്പീറ്റഡ് ആണ്. എം എ ടി ഇതെല്ലാം 2 ടൈംസ് വരുന്നുണ്ട്. സോ അത്രയും ഫാക്ടോറിയൽ നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എപ്പോഴും ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇനി 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ആണ്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ട് നെക്സ്റ്റ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് CEHIS appear in that order. appear in that order ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, 11C5 into 6 factorial by 2 factorial 2 factorial 2 factorial. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ 11C5 എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 11 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. 11 ലെറ്റേഴ്സ് നിന്ന് ഈ പറഞ്ഞ 5 ലെറ്റേഴ്സ് നമ്മൾ ഈ അറേഞ്ച്മെന്റിൽ എടുത്തു. അതാണ് 11C5. ക്ലിയർ ആയല്ലോ? 11 നമ്മൾ 5 സെലക്ട് ചെയ്യാണ് ഈ പർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കി ലെറ്റേഴ്സ് ടോട്ടൽ 11 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ നിന്ന് 5 നമ്മൾ സെലക്ഷൻ ആ ഒരു അറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 11 മൈനസ് 5 എത്രയാ? 6. അപ്പോൾ ബാക്കി 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. അത് എത്ര വേസ് ഉണ്ട്? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MAT റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. സോ അതും കൺസിഡർ ചെയ്യാം. 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അത്രയും വേസിലാണ് ബാക്കി ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ ചെയ്തിരിക്കുകയാണ് 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഇൻറ്റു 5 ഫാക്ടോറിയൽ. അതായത് NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ NCR 11C5 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 5 എത്രയാ? 6 ഫാക്ടോറിയൽ. ഓക്കെ, സോ അതിവിടെ എഴുതാം 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇനി ഓൾറെഡി നമ്മൾ സെക്കൻഡ് ടേം എന്താ? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ എന്താ? 8 ആണ്. സോ ഡിനോമിനേറ്റർ 8 അങ്ങനെ എഴുതി. ഇനി ഈ 6 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും ക്യാൻസൽ ആയി. ക്ലിയർ ആയി? അതുകൊണ്ടാണ് ഇവിടെ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ കാരണം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മളത് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി റിക്വയർഡ് പ്രോബബിലിറ്റി എന്താ? അതായത് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്താണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഫേവറബിൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 11 ഫാക്ടോറിയൽ ബൈ 8 ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ അറേഞ്ച്മെന്റ് നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടു 11 ഫാക്ടോറിയൽ ബൈ 8 അതും ചെയ്യാം. സോ ഈ 11 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും, ഡിനോമിനേറ്ററിൽ 8ഉം ക്യാൻസൽ ആവും. അപ്പോൾ ആകെ കൂടി 1/5 ഫാക്ടോറിയൽ ആണ് കിട്ടുക. 1/5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1/120 ആണ്. 7th question. In a non-leap year, the probability of getting 53 Sundays or 53 Tuesdays or 53 Thursdays is options തന്നിരിക്കുന്നത് A 2/7, B 1/7, C 3/7, D 4/7. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C 3/7 ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് നോൺ ലീപ്പ് ഇയർ ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ 365 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ ആകുമ്പോൾ +1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 365 ഡേയ്സ് ആണുള്ളത്. 1 ഇയറിൽ അതായത് 365 ഡേയ്സിൽ എത്ര വീക്സ് ഉണ്ട്? 52 ആണ്. ഈ 52 ഉദ്ദേശിക്കുന്നത് 365 ഡിവൈഡഡ് ബൈ 1 വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ആണ് അല്ലേ. സോ 7 5s are 35, then balance 15, 7 2s are 14 അല്ലേ. അപ്പോൾ റിമൈൻഡർ 1. സോ കറക്റ്റ് നമുക്ക് എക്സാക്ട്ലി കിട്ടിയ കോഷ്യന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വീക്സ് ആണ്. ഓക്കെ, പിന്നെ ആ കിട്ടിയ റിമൈൻഡർ ഉണ്ടല്ലോ അതാണ് ഒരു എക്സ്ട്രാ ഡേ. ഇപ്പോൾ 1 ആണ്, 2 ആണെങ്കിൽ 2 ഡേയ്സ് ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ഡേ കൂടി കിട്ടിയിട്ടുണ്ടാവും. സോ നോൺ ലീപ്പ് ഇയർ ആയതുകൊണ്ട് 52 വീക്സും പ്ലസ് 1 ഡേ ആണ് ഉള്ളത്. ഈ 1 ഡേ അതായത് 52 വീക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 52 സൺഡേസ്, മൺഡേസ്, 52 സൺഡേ അതായത് സാറ്റർഡേസ് വരെ ഉണ്ടാവും. കറക്റ്റ് 52 നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ആ എക്സ്ട്രാ 1 ഡേ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം. ഒന്നെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ? ഒന്നെങ്കിൽ സൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ഓർ കേസസ് ആണ്. ദാറ്റ് മീൻസ് P of 53 Sundays
or 53 Tuesdays or 53 Thursdays. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓർ കേസ് ആണ്. സോ ആഡ് ചെയ്യാം. ആൻഡ് ആണ് മൾട്ടിപ്ലൈ ചെയ്ത് ഓർ കേസ് ആയതുകൊണ്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 53 സൺഡേസ് കിട്ടാൻ ഓൾറെഡി 52 സൺഡേസ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 ഡേയും കൂടി നമുക്ക് സൺഡേ ആവണമെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്താ? ഈ 1 സൺഡേ, അതായത് ഈ 7 ഡേയ്സിൽ സൺഡേ കിട്ടണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ എത്ര ഡേയ്സ് ഉണ്ട് ടോട്ടൽ? 7. സോ 1/7. അതേപോലെ ട്യൂസ്ഡേയുടെ കേസും സെയിം അല്ലേ? ട്യൂസ്ഡേ ഒക്കെ ചെയ്യാൻ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 7. നെക്സ്റ്റ് തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഇതേപോലെ 1 തേഴ്സ്ഡേ വരുള്ളൂ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 7. അപ്പോൾ 1/7 പ്ലസ് 1/7 പ്ലസ് 1/7 ദാറ്റ് ഇസ് 3/7 ആണ് ആൻസർ. Next question, if A and B are two events such that P of A is equal to 0.54, P of B equal to 0.69 and P of A intersection B is equal to 0.35, find P of A complement intersection B complement. Options തന്നിരിക്കുന്നത് A 0.12, B 0.6, C 0.7, D none of these. Correct answer option A ആണ് 0.12. അപ്പോൾ ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കുക. P of A യൂണിയൻ B എന്താ? P of A plus P of B minus P of A intersection B. ഇതിൽ P of A യൂണിയൻ B എന്ന് പറയുന്നത് നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെല്ലാം തന്നിട്ടില്ലേ? P of A തന്നിട്ടുണ്ട് 0.54, P of B 0.69, അതുപോലെ P of A intersection B യും 0.35 തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 0.88. ഇനി ചോദിച്ചിട്ടുള്ള എന്താ? P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോ പ്രകാരം എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് എടുക്കാം. പിന്നെ യൂണിയൻ എന്നുള്ളത് ഇന്റർസെക്ഷൻ ആക്കാം. ഓക്കെ, അതാണ് ഓർത്ത് വെക്കാൻ എളുപ്പം. സോ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലെ? അതായത് P of A dash നമുക്കറിയാം 1 മൈനസ് P of A ആണെന്ന്. അതുപോലെ ഇത് എഴുതിക്കൂടെ? 1 മൈനസ് P of A യൂണിയൻ B. എക്ക് പകരം A യൂണിയൻ B. ദാറ്റ് ഇസ് A യൂണിയൻ B ഓൾറെഡി 0.88 കണ്ടുപിടിച്ചു. സോ 1 മൈനസ് 0.88 എന്താ? 0.12 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a box contains 100 balls and 50 nuts. It is given that 50% balls and 50% nuts are rusted. Two objects are selected from the box. Two objects are selected at random. Find the probability that both are balls or both are rusted. Or ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, both are balls or both are rusted. Options തന്നിരിക്കുന്നത് A 0.44, B 0.58, C 0.52, D 0.48. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 0.58 ആണ്. അതായത് നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളത് ബോൾസ് ആൻഡ് നട്ട്സിന്റെ ടോട്ടൽ നമ്പർ എത്രയാണ്? 100 പ്ലസ് 50 ദാറ്റ് ഇസ് 150. എസ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ഓബ്ജെക്ട്സ് ഔട്ട് ഓഫ് 150 എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഓബ്ജെക്ട്സ് 150 ആണ് അല്ലെ? ഇനി എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ഓബ്ജെക്ട്സ് ഔട്ട് ഓഫ് ദ സാമ്പിൾ സ്പേസ്. അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നട്ട്സ് ആൻഡ് ബോൾസ് എല്ലാം കൂടി ഉള്ളത്, അതായത് 150. സോ 150 C2, കാരണം എന്താ? 150യിൽ നിന്ന് നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 150 C2 വേസിൽ നമുക്ക് 2 ഓബ്ജെക്ട്സ് 150 ഓബ്ജെക്ട്സിന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റസ്റ്റഡ് ഓബ്ജെക്ട്സിന്റെ കൗണ്ട് നോക്കാം. അതായത് 50% ഓഫ് 100 പ്ലസ് 50% ഓഫ് 50. ശരിയല്ലേ? കാരണം 100ന്റെയും 50യുടെയും 50% ആണ് റസ്റ്റഡ് ആയിട്ടുള്ളത്. സോ ഓരോന്നിന്റെയും 50% എടുക്കും. ദാറ്റ് ഇസ് 50 പ്ലസ് 25 75. അപ്പൊ ഇത്രയുമാണ് റസ്റ്റഡ് ഓബ്ജെക്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഓബ്ജെക്ട്സ് 150 ആണ്. ഇനി ഇതിൽ നമ്മൾ ഇവന്റ്സ് സ്പെസിഫൈ ചെയ്യാണ്. ലെറ്റ് E1 ബി ദ ഇവന്റ് ഓഫ് സെലക്ടിങ് 2 ബോൾസ് ഔട്ട് ഓഫ് 100 ബോൾസ്. 100 ബോൾസ് നിന്ന് 2 ബോൾസ് സെലക്ട് ചെയ്യാനുള്ള ഇവന്റ് ആണ് E1. E2 അതുപോലെ സെലക്ടിങ് 2 റസ്റ്റഡ് ഓബ്ജെക്ട്സ് ഔട്ട് ഓഫ് 75 റസ്റ്റഡ് ഓബ്ജെക്ട്സ്. 75 റസ്റ്റഡ് ഓബ്ജെക്ട്സിന് 2 റസ്റ്റഡ് ഓബ്ജെക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഇവന്റ് ആണ് E2. ഇനി E1 ഇന്റർസെക്ഷൻ E2 എന്തായിരിക്കും? അതായത് രണ്ടും കൂടി കോമൺ, ദാറ്റ് ഇസ് സെലക്ടിങ് 2 റസ്റ്റഡ് ബോൾസ് ഔട്ട് ഓഫ് 50 റസ്റ്റഡ് ബോൾസ്. കാരണം എന്താ? റസ്റ്റഡ് ബോൾസ് എത്രയുണ്ട്? 50 ഉണ്ട്. അതിൽ നിന്ന് 2 റസ്റ്റഡ് ബോൾസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതാണ് E1 ഇന്റർസെക്ഷൻ E2. ക്ലിയർ ആയല്ലോ? നമ്മൾ 2 സെലക്ട് ചെയ്യുന്നുണ്ട്, അത് റസ്റ്റഡ് ബോൾസ് ആണ്. അത് മാത്രമല്ല എത്ര റസ്റ്റഡ് ബോൾസ് എന്നാണ്? 50 റസ്റ്റഡ് ബോൾസ് എന്നാണ്. ക്ലിയർ ആയല്ലോ? കാരണം നമ്മൾ 75 അല്ല, റസ്റ്റഡ് ബോൾസ് എന്ന് പറയുന്നത്
75 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റസ്റ്റഡ് ഓബ്ജക്ട്സ് ആണ്. പക്ഷേ റസ്റ്റഡ് ബോൾസ് എത്രയുണ്ട്? 50 ആണ്. സോ രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ളതാണ് ഈ E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവന്റ് ഓഫ് സെലക്ടിങ് 2 റസ്റ്റഡ് ബോൾസ് ഔട്ട് ഓഫ് 50 റസ്റ്റഡ് ബോൾസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ n ഓഫ് E1 എന്താ നോക്കാം. അതായത് E1 എന്ന് പറയുന്ന ഇവന്റിൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ബോൾസ് ഔട്ട് ഓഫ് 100. കാരണം E1 എന്ന് പറയുന്നത് 100 ബോൾസ് എന്ന് 2 സെലക്ട് ചെയ്യുന്നത്, അത് എത്രയാ? 100 C2. അതുപോലെ n ഓഫ് E2 എന്താ? നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 റസ്റ്റഡ് ഓബ്ജക്ട്സ് ഔട്ട് ഓഫ് 75, ദാറ്റ് ഇസ് 75 C2. ഇനി P ഓഫ് E1 ഉം P ഓഫ് E2 കണ്ടുപിടിച്ചിട്ട് P ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താ? n ഓഫ് E1 ഡിവൈഡഡ് ബൈ ടോട്ടൽ, അതായത് n ഓഫ് S. ഇത് ഇനി സിമ്പിൾ ആണ് അല്ലേ? n ഓഫ് E1, അതായത് E1 എന്ന് പറയുന്ന ഇവന്റിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിലെ നമ്പർ, ടോട്ടൽ നമ്പർ, ദാറ്റ് ഇസ് 100 C2 ഡിവൈഡഡ് ബൈ 150 C2. ഇതെല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. P ഓഫ് E2 എന്തായിരിക്കും? അപ്പോൾ n ഓഫ് E2 ഡിവൈഡഡ് ബൈ n ഓഫ് S, ദാറ്റ് ഇസ് 75 C2 ഡിവൈഡഡ് ബൈ 150 C2. ഇനി P ഓഫ് E1 ഇന്റർസെക്ഷൻ E2 എന്തായിരിക്കും? n ഓഫ് E1 ഇന്റർസെക്ഷൻ E2 ഡിവൈഡ് ബൈ n ഓഫ് S, അതായത് 50 C2 ഡിവൈഡ് ബൈ 150 C2. നമ്മുടെ ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താ? P ഓഫ് സെലക്ടിങ് ബോത്ത് ബോൾസ് ഓർ ബോത്ത് റസ്റ്റഡ് ഓബ്ജക്ട്സ് ആണ്. അതായത് P ഓഫ് E1 ഓർ E2 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർ എന്ന് പറയുന്നത് യൂണിയൻ ആണ്. P ഓഫ് E1 യൂണിയൻ E2, ദാറ്റ് ഇസ് ഇതിന്റെ ഫോർമുല എന്താ? P ഓഫ് E1 പ്ലസ് P ഓഫ് E2 മൈനസ് P ഓഫ് E1 ഇന്റർസെക്ഷൻ E2. ഇതെല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 C2 ബൈ 150 C2 പ്ലസ് 75 C2 ബൈ 150 C2 മൈനസ് 50 C2 ബൈ 150 C2. ഇത് നമ്മൾ ഡിനോമിനേറ്റർ കോമൺ എഴുതി, ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ജസ്റ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 0.58 ആണ് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി, അതായത് സെലക്ടിങ് ബോത്ത് ബോൾസ് ആൻഡ് ഓർ ആണ്, ആൻഡ് അല്ല, സെലക്ടിങ് ബോത്ത് ബോൾസ് ഓർ ബോത്ത് റസ്റ്റഡ് ഓബ്ജക്ട്സ് എന്നത് 0.58 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a town of 6,000 people, 1,200 are over 50 years old. അതായത് 50 ഇയേഴ്സിന് എബവ് ആയിട്ടുള്ളവരാണ് ഈ 1,200 ഔട്ട് ഓഫ് ടോട്ടൽ 6,000 people. And 2,000 are female. ഇതിൽ 2,000 എത്രയാണ്? ഫീമെയിൽ ആണ്. It is known that 30% of the females are over 50 years. ഇനി ഫീമെയിൽസിൽ 30% എബവ് 50 ഇയേഴ്സ് ഉള്ളവരാണ്. What is the probability that a random chosen individual from the town is either female or above 50 years? ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഫീമെയിൽ അല്ലെങ്കിൽ എബവ് ഓവർ 50 ഇയേഴ്സ് ആണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 13/30, B 15/30, C 15/31, D 17/31. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 13/30. അപ്പോൾ നമുക്ക് ഇവന്റ്സ് നോക്കാം. അതായത് A എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത് റാൻഡംലി ചോസൺ ഇൻഡിവിജ്വൽ ഇസ് എ ഫീമെയിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഓവർ 50 ഇയേഴ്സ് ആണ്. അപ്പോൾ അതിനെ ഓരോന്നും ഓരോ ഇവന്റ് ആയിട്ട് എടുക്കും. A എന്ന് പറയുന്നത് റാൻഡംലി ചോസൺ ഇൻഡിവിജ്വൽ ഇസ് എ ഫീമെയിൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫീമെയിൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. B എന്ന് പറയുന്നത് ആ ചൂസ് ചെയ്ത ഇൻഡിവിജ്വൽ ഓവർ 50 ഇയേഴ്സ് ആണെന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് P ഓഫ് A കണ്ടുപിടിച്ചിടാം. അതായത് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് P ഓഫ് A എന്താ? ഫീമെയിൽ ആണെന്നുള്ളത്. സോ എത്ര ഫീമെയിൽസ് ഉണ്ട്? നമുക്കപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള 2,000 ആണ് അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ 6,000 ആണ് ടോട്ടൽ. സോ 1/3 കിട്ടി. ഇനി P ഓഫ് B എന്താ? P ഓഫ് B എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വലി ചൂസ് ചെയ്ത ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് റാൻഡംലി ചൂസ് ചെയ്ത ഇൻഡിവിജ്വൽ എന്താ? ഓവർ 50 ഇയേഴ്സ് ഓൾഡ് ആണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം 1,200 ആണ് ഓവർ 50 ഇയേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലെ, 1,200 എന്ന് പറയുന്നത് ഓവർ 50 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് 1,200 ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ? 6,000. ഇത് 1/5 ആണ്. ഇനി P ഓഫ് A ഇന്റർസെക്ഷൻ B എന്താ? അതായത് ദ ചോസൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഫീമെയിൽ പിന്നെ ഓവർ 50 ഇയേഴ്സ് ഓൾഡ്, രണ്ടും കൂടിയിട്ടാണ്. അതായത് ഫീമെയിലും ആണ് ഓവർ 50 ഇയേഴ്സും കൂടിയിട്ടാണ്. അതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫേവറബിൾ ഔട്ട്കംസ് എന്താ വരിക? 30% ഓഫ് 2,000. ഇങ്ങനെ പറയാൻ കാരണം എന്താ? അതായത് ഫീമെയിൽസ് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ 2,000 ഉണ്ട്, പക്ഷെ ഓവർ 50 ഇയേഴ്സ് ഓൾഡ് കൂടി വേണം, കാരണം നമ്മൾ ഇന്റർസെക്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ 30% ആർ ഓവർ 50 ഇയേഴ്സ് ഫീമെയിൽസിൽ. അതുകൊണ്ട് നമ്മൾ ഫേവറബിൾ ഔട്ട്കം എങ്ങനെ എടുക്കണം? 30% ഓഫ് 2,000 എടുക്കണം. ക്ലിയർ ആയല്ലോ?
30% of 2000 divided by total എത്രയാ 6000. That is 600 by 6000 1 by 10 കിട്ടും. ഇനി നമുക്ക് P of A union B കാണാലോ. A union B എന്ന് പറയുന്നത് എന്താ? Randomly chosen individual എന്ന് പറയുന്നത് either female or over 50 years. അതായത് A union B. അപ്പോൾ P of A plus P of B minus P of A intersection B. അല്ലേ? അപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by 3 plus 1 by 5 minus 1 by 10. That is 13 by 30 ആണ് ആൻസർ. താങ്ക് യു.